എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ HSST മാത്തമാറ്റിക്സിന്റെ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന ഡിസംബർ 31 ഉണ്ടാവുമെന്ന് PSC ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് HSST മാത്തമാറ്റിക്സിലെ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. സ്ഥിരമായിട്ട് 100% ചോദിക്കുന്ന ഉറപ്പുള്ള ഒരു ചോദ്യം നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വെറും 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് എങ്ങനെ ഉത്തരം ചെയ്യാം, ആൻസർ ചെയ്യാം എന്ന് നോക്കാനാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് HSST മാത്തമാറ്റിക്സിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് ഓൾജിബ്ര 2 മൊഡ്യൂളിലായിട്ട് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഈ 14 മാർക്കില് 1 മാർക്ക് ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഉറപ്പായിരിക്കും എന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്തിരുന്നു. അപ്പം ഈ അബ്സ്ട്രാക്ട് ഓൾജിബ്രയില് നമ്മൾ നോക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ടാവും, നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം സെറ്റ് 10 ടു സെറ്റ് 20. സെറ്റ് 10 ഉം സെറ്റ് 20 ഉം 2 ഗ്രൂപ്പുകളാണ്. അഡീഷൻ മോഡുലോ 10 ഉം അഡീഷൻ മോഡുലോ 20 ഉം ഓപ്പറേഷൻ ആയിട്ട് വന്നിട്ടുള്ള 2 ഗ്രൂപ്പുകളാണ് സെറ്റ് 10 ഉം സെറ്റ് 20 ഉം. അപ്പൊ സെറ്റ് 10 നിന്നും സെറ്റ് 20 ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം എത്ര? അതാണ് ഈ ചോദ്യം. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും, നെറ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, NBT, HSST, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ആയിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ചെറിയൊരു കാര്യം നോക്കാം. എന്താണ് ഗ്രൂപ്പ് ഹോമോമോർഫിസം? എന്താണ് ഗ്രൂപ്പ് ഹോമോമോർഫിസം? അപ്പൊ നമുക്ക് ആദ്യം ഗ്രൂപ്പ് ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യം 2 ഗ്രൂപ്പുകളാണ്. ഓക്കെ, ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് 2 ഗ്രൂപ്പുകളാണ്. ഞാൻ 2 ഗ്രൂപ്പ് എടുത്തു. ജിയും G ഡാഷും 2 ഗ്രൂപ്പുകളാണ്. ഓക്കെ, സോ ലെറ്റ് G ആൻഡ് G ഡാഷ് ബി 2 ഗ്രൂപ്പ്സ്. ഒരു ഹോമോമോർഫിസം ഫൈ എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആണെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ ആണ് ഫൈ. ആ ഫംഗ്ഷനെ ഹോമോമോർഫിസം ഫൈ ഫ്രം G ടു G ഡാഷ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ജിയിൽ നിന്നും G ഡാഷിലോട്ടുള്ള ഹോമോമോർഫിസം ആണ് ഫൈ എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? ഫോർ ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി. ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് G എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഓപ്പറേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് G ഡാഷ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഓപ്പറേഷൻ ആണ്. ഓക്കെ, സോ ഫോർ എവരി എ കോമ ബി എലമെന്റ് ഓഫ് G എന്ന് പറയുന്ന ഗ്രൂപ്പിലെ G ഉണ്ട്, G ഡാഷ് ഉണ്ട്, ജിയിൽ നിന്നും G ഡാഷിലോട്ടുള്ള ഹോമോമോർഫിസം ആണെങ്കിൽ ഈ G എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഏത് എലമെന്റ് എയും ബിയും എടുത്താലും ഫൈ ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയുന്നതിനെ ഫൈ ഓഫ് എ ഇൻറ്റു നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, അതായത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്രിസർവ്സ് ആയിരിക്കണം അണ്ടർ ഫൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫൈ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ആയിരിക്കും ഫ്രം G ടു G ഡാഷ് എന്നുള്ളത്. ഓക്കെ, സോ ഫൈ ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ, ഫോർ എവരി എ കോമ ബി എലമെന്റ് ഓഫ് G ആണെങ്കിൽ നമുക്ക് പറയാം ഫൈ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ആയിരിക്കും. എവിടെ നിന്ന്? ജിയിൽ നിന്നും G ഡാഷിലോട്ട്. റെഡി അല്ലേ? അപ്പം ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്താന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ജിയും G ഡാഷും നമുക്ക് 2 ഗ്രൂപ്പുകളുണ്ട്. ജിയിൽ നിന്നും G ഡാഷിലോട്ട് ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഫൈ ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ആയിരിക്കണം ഫോർ എവരി എ കോമ ബി എലമെന്റ് ഓഫ് G. റെഡി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്താന്ന് കിട്ടി. ഇനി ഈ ഹോമോമോർഫിസം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹോമോമോർഫിസത്തോട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് കേർണൽ ഓഫ് എ ഹോമോമോർഫിസം. ഒരു ഹോമോമോർഫിസത്തിന്റെ കേർണൽ എന്ന് പറയുന്നത് എന്താണ്? വളരെ എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കേർണൽ ഓഫ് ഹോമോമോർഫിസം ഫൈ, നമുക്കറിയാം ഫൈ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ്. കേർണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് എക്സ് എലമെന്റ് ഓഫ് G. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് G എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറക്കരുത്, ഫൈ എന്ന് പറയുന്നത് ജിയിൽ നിന്നും G ഡാഷിലോട്ടാണ് പോകുന്നത്. എക്സ് എലമെന്റ് ഓഫ് G എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ആൾക്കാരാണ് ആര്? എക്സ്. ഓക്കെ, അപ്പം ജിയിലുള്ള ആൾക്കാരാണ് എവിടെ ഉണ്ടാവുക? കേർണലിൽ ഉണ്ടാവുക. അത് ക്ലിയർ ആണല്ലോ. ഇനി എങ്ങനെയുള്ള ജിയിലെ ആൾക്കാര്? ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ. ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫൈന്റെ ഇമേജുകളാണ് അല്ലെ? അപ്പം ഫൈന്റെ ഇമേജ് എവിടേക്ക് പോകണം? സോറി, ഈ എക്സുകളുടെ ഇമേജ് ഫൈന്റെ അണ്ടറിൽ എങ്ങോട്ട് പോകണം? ഇ എന്ന് പറഞ്ഞാല് നമുക്കറിയാം G ഡാഷിലെ ഐഡന്റിറ്റി എലമെന്റ് ആണ് ആര്? ഇ എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്നത് G ഡാഷിലെ ഐഡന്റിറ്റി എലമെന്റ് ആണ്. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. ജിയും G ഡാഷും 2 ഗ്രൂപ്പുകളാണെങ്കിൽ ജിയിലുള്ള ആൾക്കാരുടെ കളക്ഷൻ ആണ്. എങ്ങനെയുള്ള ആൾക്കാരുടെ കളക്ഷൻ? G ഡാഷിലെ
ഐഡന്റിറ്റിയിലോട്ട് ആരെല്ലാമാണോ മാപ്പ് ചെയ്യപ്പെടുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ കളക്ഷൻ ആണ് ആര്? കേർണൽ ഓഫ് എ ഹോമോമോർഫിസം എന്ന് പറഞ്ഞാല്. ക്ലിയർ അല്ലേ? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ 2 ഗ്രൂപ്പ് പറയാണ്. ഓക്കെ, ഇത് ജി ആണ്, ഇത് ജി ഡാഷ് ആണെന്ന് വിചാരിക്കാം. ഞാൻ പറയാണ് ഇവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ ഞാൻ 3 എലമെന്റ്സ് എടുക്കുകയാണ്, എ ബി സി. അങ്ങനെയാണെങ്കിൽ ഞാൻ മാപ്പ് ചെയ്യുന്നു. ഓക്കെ, എയും ബിയും ഞാൻ 1ലോട്ട് മാപ്പ് ചെയ്തു, സിനെ ഞാൻ 3ലോട്ട് മാപ്പ് ചെയ്തു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ 1 ആണ് ഈ ജി ഡാഷിൽ ഐഡന്റിറ്റി എങ്കിൽ ഈ ഹോമോമോർഫിസത്തിന്റെ കേർണൽ എന്ന് പറയുന്ന സെറ്റിനകത്ത് ആരെല്ലാം വരും? ജിനകത്ത് എയും ബിയും സിയും ആണ്, ജി ഡാഷിനകത്ത് 1 2 3 ആണ്. 1 ആണ് ജി ഡാഷിന്റെ ഐഡന്റിറ്റി, എയും ബിയും ആണ് 1ലോട്ട് മാപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഹോമോമോർഫിസത്തിന്റെ കേർണൽ എന്ന് പറയുന്ന സെറ്റിനകത്ത് ആരെല്ലാം ആയിരിക്കും ഉണ്ടാവുക? എയും ബിയും ആയിരിക്കും ഉണ്ടാവുക. റെഡി അല്ലേ? അതായത് ഈ ഹോമോമോർഫിസത്തിന്റെ കേർണൽ എന്ന് പറയുന്നത് സെറ്റ് എ ബി ആയിരിക്കും. റെഡി? സോ ഹോമോമോർഫിസം എന്താന്ന് കിട്ടി നമുക്ക്? ഫൈ എന്ന് പറയുന്നത് ഹോമോമോർഫിസം ആവണമെങ്കിൽ ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ആയിരിക്കണം. ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഏത് 2 എലമെന്റ്സ് എയും ബിയും എടുത്താലും. റെഡി? ഇനി ആ ഹോമോമോർഫിസത്തിന്റെ കേർണൽ എന്താണ്? കേർണൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എലമെന്റുകൾ ഏതൊക്കെ എലമെന്റുകളെയാണോ ജി ഡാഷ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഐഡന്റിറ്റിയിലോട്ട് മാപ്പ് ചെയ്യുന്നത് ആ എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് എന്ന് പറയാ? കേർണൽ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഹോമോമോർഫിസും അതിനോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കേർണൽ ഓഫ് എ ഹോമോമോർഫിസം രണ്ടും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹോമോമോർഫിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഫൈ എന്ന് പറയുന്ന മാപ്പിംഗ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആർ സ്റ്റാറിൽ നിന്നും ആർ സ്റ്റാറിലോട്ടാണ്. ആർ സ്റ്റാറിൽ നിന്നും ആർ സ്റ്റാറിലോട്ടാണ്. ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ്, സീറോ ഒഴികെയുള്ള റിയൽ നമ്പേഴ്സിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ആർ സ്റ്റാർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആർ സ്റ്റാറിൽ നിന്നും ആർ സ്റ്റാറിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? മോഡ് എക്സ്. ഓക്കെ, സോ നമുക്ക് ഇത് ഹോമോമോർഫിസം ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. റെഡി അല്ലേ? സോ ആർ സ്റ്റാർ എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറയാം. ആർ സ്റ്റാർ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് ആർ സ്റ്റാർ ഈസ് എ ഗ്രൂപ്പ് അണ്ടർ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ. നമുക്കറിയാം. സോ ആർ സ്റ്റാറിൽ നിന്നും ആർ സ്റ്റാറിലോട്ടുള്ള ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഹോമോമോർഫിസം ആണോ എന്നാണ് നമുക്കിത് നോക്കേണ്ടത്. റെഡി അല്ലേ? സോ ഫൈ ഓഫ് എക്സ് മോഡ് എക്സ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കൊരു ഫംഗ്ഷൻ ഹോമോമോർഫിസം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഫൈ ഓഫ് എക്സ് ഇൻറ്റു വൈ, അവിടുത്തെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഫൈ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ ആണോ ഫോർ എവരി എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ജി. ജി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? ആർ സ്റ്റാർ. ഇത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. റെഡി? സോ നമുക്ക് ആദ്യം ഫൈ ഓഫ് എക്സ് ഇൻറ്റു വൈ നോക്കണം. വാട്ട് ഈസ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു വൈ? ഫൈ ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് ആണ്. ഓക്കെ, സോ ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡ് എക്സ് വൈ ആയിരിക്കും. റെഡി അല്ലേ? സോ മോഡ് എക്സ് വൈനെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ റൈറ്റ് ചെയ്യാം? മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ. പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് ആണ്. മോഡുലസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് മോഡ് എക്സ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ എന്ന് എഴുതാം. പക്ഷേ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഫൈ ഓഫ് എക്സ് ആണ്. സിമിലർലി മോഡ് വൈ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഫൈ ഓഫ് വൈ ആയിരിക്കും. സോ ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ എന്ന് നമുക്ക് എഴുതാം അല്ല? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ മാപ്പിംഗ് ആർ സ്റ്റാറിൽ നിന്നും ആർ സ്റ്റാറിലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ്, സോറി ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാപ്പിംഗ് ഒരു ഹോമോമോർഫിസം ആണ് അല്ലെ? അപ്പം ഹോമോമോർഫിസം എന്താന്ന് നോക്കി, ഹോമോമോർഫിസത്തിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കി. റെഡി അല്ലേ? ഇനി ഈ ഹോമോമോർഫിസത്തിന്റെ കേർണൽ എന്ത് വരുന്നു ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. കേർണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർ സ്റ്റാറിൽ, ഇവിടെ ആർ സ്റ്റാറിൽ ഏതെല്ലാം എലമെന്റ്സിനെയാണോ ആർ സ്റ്റാറിൽ തന്നെ ഐഡന്റിറ്റിയിലോട്ട് മാപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം ആർ സ്റ്റാർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അവിടുത്തെ ഐഡന്റിറ്റി ഈസ് ആരാണ്? വേറെ ആരുമല്ല, 1 ആണ് അല്ലെ? അപ്പം ഈ ആർ സ്റ്റാറിൽ ഏതൊക്കെ റിയൽ നമ്പറിനെയാണ് അണ്ടർ മോഡുലസ് 1ലോട്ട് മാപ്പ് ചെയ്യുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സിന്റെയാണ് മോഡുലസ് 1 ആവുന്നത്? ഏതൊക്കെ നമ്പേഴ്സിന്റെയാണ്? നമുക്ക് ഉറപ്പിച്ചു പറയാം മോഡുലസ് ഓഫ് 1 എന്താണ്? 1 ആണ്. അതേപോലെ മോഡുലസ് ഓഫ് -1 ആരായിരിക്കും? 1 ആയിരിക്കും. വേറെ ഏതെങ്കിലും റിയൽ നമ്പറിന്റെ, നോൺ സീറോ റിയൽ നമ്പറിന്റെ മോഡുലസ് നമുക്ക് എന്ത് കിട്ടില്ല?
1 കിട്ടില്ല. സോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ഹോമോമോർഫിസത്തിന്റെ കേണൽ എന്ന് പറയുന്നത് ആരായിരിക്കും? സെറ്റ് 1 ആൻഡ് -1 ആയിരിക്കും. ഓക്കെ, സോ ഈ ഫൈ എന്ന് പറയുന്നത് φ ഓഫ് x = mod x എന്ന് പറയുന്ന ഹോമോമോർഫിസത്തിന്റെ കേണൽ, അത് ഹോമോമോർഫിസ് ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഹോമോമോർഫിസത്തിന്റെ കേണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഉം -1 ആയിരിക്കും. ക്ലിയർ അല്ല? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. സോ നമ്മളൊരു എക്സാമ്പിൾ നോക്കി, ഹോമോമോർഫിസ് എന്താന്ന് നോക്കി, അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കി. നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. φ ഓഫ് x = x². ഇത് ഹോമോമോർഫിസം ആയിരിക്കുമോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? φ ഓഫ് x = x² ആണ് അല്ലെ? നമുക്കറിയാം ഹോമോമോർഫിസം ആവണമെങ്കിൽ φ ഓഫ് xy = φ ഓഫ് x into φ of y for every x and y element of G. ഏത് xy എടുത്താലും നമുക്ക് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? φ ഓഫ് xy = φ ഓഫ് x into φ of y ആയിരിക്കണം അല്ലെ? ഞാൻ ഇവിടെ R-ൽ നിന്നും R-ലോട്ടാണ്. ഓക്കെ, R-ൽ നിന്നും R-ലോട്ടാണ്. ഞാൻ ഇവിടെ പറയുന്നു R under addition. R under addition ആണ് ഇവിടുത്തെ ഗ്രൂപ്പ്. ഓക്കെ, R under addition എന്ന് യൂഷ്വൽ അഡീഷൻ ആണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ പറയുന്നു ഏത് 2 എലമെന്റ്സ് എടുത്താലും എനിക്ക് നമ്മുടെ ഹോമോമോർഫിസത്തിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഇവിടെ 2 എലമെന്റ്സ് എടുക്കുകയാണ്, 3ഉം 4ഉം. കുഴപ്പമൊന്നുമില്ലല്ലോ, 3ഉം 4ഉം 2 റിയൽ നമ്പർ ആണല്ലോ, എനിക്ക് എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. φ ഓഫ് 3 എന്തായിരിക്കും? 3² 9 ആയിരിക്കും. φ ഓഫ് 4 എന്തായിരിക്കും? 4² 16 ആയിരിക്കും. ഓക്കെ, സോ φ ഓഫ് 3ഉം φ ഓഫ് 4ഉം കിട്ടി. നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? φ ഓഫ് 3 + 4, ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആണ് അല്ലെ? φ ഓഫ് 3 + 4 എന്ന് പറയുന്നത് φ ഓഫ് 3 + φ ഓഫ് 4 ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ φ ഓഫ് 3 + 4 = φ ഓഫ് 7 ആയിരിക്കും. φ ഓഫ് 7 എന്ന് പറഞ്ഞാൽ 7² ആണ്. 7² എന്ന് പറഞ്ഞാൽ 49 ആണ്. φ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. φ ഓഫ് 4 16 ആണ്. 9ഉം 16ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുക 25 ആണ്. എന്തല്ല? 49 അല്ല. സോ φ ഓഫ് 7 49 ആണ്. പക്ഷെ അത് എന്തിനോട് ഈക്വൽ അല്ല? φ ഓഫ് 3 + φ ഓഫ് 4നോട് ഈക്വൽ അല്ല. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ എന്താ? ഈ ഫംഗ്ഷൻ φ ഓഫ് x = x² എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തല്ല? ഹോമോമോർഫിസം അല്ല. R-ൽ നിന്നും R-ലോട്ട് അണ്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഹോമോമോർഫിസം അല്ല φ ഓഫ് x = x². റെഡി ആണല്ലോ? അപ്പൊ ഹോമോമോർഫിസം എന്താന്ന് നോക്കി, കേണൽ എന്താന്ന് നോക്കി. ആ ഹോമോമോർഫിസത്തിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഹോമോമോർഫിസം അല്ലാത്തൊരു എക്സാമ്പിൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തോട്ട് കിടക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നമുക്ക് എളുപ്പത്തിൽ നോക്കാം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, ഹോമോമോർഫിസത്തിന്റെ എണ്ണം കണ്ടുപിടിക്കേണ്ട ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ടേബിൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ ആൻസർ കിട്ടും. നമുക്ക് നോക്കാം. φ എന്ന് പറയുന്നത് ZM-ൽ നിന്നും ZN-ലോട്ടാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം Z2 to അല്ലെങ്കിൽ Z10 to Z20. നമുക്ക് ആദ്യം ചോദിച്ച പോലെ. സോ ZM-ഉം ZN-ഉം 2 ഗ്രൂപ്പാണ് അല്ലെ? അഡീഷൻ മോഡുലോ M-ഉം അഡീഷൻ മോഡുലോ N-ഉം വെച്ചിട്ടുള്ള 2 ഗ്രൂപ്പുകളാണ്. ZM-ൽ നിന്നും ZN-ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. GCD ഓഫ് MN. GCD നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ? ഏത് 2 ഇന്റിജേഴ്സ് വന്നാലും നമുക്ക് അതിന്റെ GCD കണ്ടുപിടിക്കാം. സോ ZM-ൽ നിന്നും ZN-ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ M-ന്റെയും N-ന്റെയും എന്താണ്? GCD ആണ്. അപ്പൊ ഞാൻ പറയണ Z4-ൽ നിന്നും Z8-ലേക്കുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് എത്ര ഉണ്ടാവും? 4ന്റെയും 8ന്റെയും GCD എത്രയാണ്? 4. സോ Z4-ൽ നിന്നും Z8-ലോട്ട് എനിക്ക് എത്ര ഹോമോമോർഫിസം പറയാൻ പറ്റും? 4 ഹോമോമോർഫിസം പറയാൻ പറ്റും. ഓക്കെ, സോ അത് അറിയാണെങ്കിൽ നമുക്ക് ഇതൊന്നും വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സോ ZM-ൽ നിന്നും ZN-ലോട്ട് GCD ഓഫ് MN ഹോമോമോർഫിസംസ് ഉണ്ടാവും. കൺഫ്യൂഷൻ ഇല്ല. അപ്പം ഇത് റെഡിയായി. ഇനി അടുത്ത നോക്കിയേ. Z-ൽ നിന്നും ZM-ലോട്ട്, Z എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഇന്റിജേഴ്സ് ആണ്. ZM എന്ന് പറയുന്നത് അഡീഷൻ മോഡുലോ M-ലുള്ള ഗ്രൂപ്പാണ്. Z-ൽ നിന്നും ZM-ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് എത്രയാണ്? വേറെ ഒന്നും നോക്കണ്ട, എത്രയായിരിക്കും? M ആയിരിക്കും. അപ്പൊ Z-ൽ നിന്നും Z10-ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് എത്ര ഉണ്ടാവും? 10. Z-ൽ നിന്നും Z20-ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് എത്രയായിരിക്കും? 20. ക്ലിയർ ആണല്ലോ? അതിൽ വേറെ കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ ഈ 2 എണ്ണം ഓക്കെയാണ്. ZM-ൽ നിന്നും ZN-ലോട്ട് GCD ഓഫ് MN ഹോമോമോർഫിസംസ് ഉണ്ടാവും. Z-ൽ നിന്നും ZM-ലോട്ട് M ഹോമോമോർഫിസംസ് ഉണ്ടാവും. ക്ലിയർ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ZM-ൽ നിന്നും, ശ്രദ്ധിക്കുക, ZM-ൽ നിന്നും ZN ക്രോസ് ZK-ലോട്ട്, ZM-ൽ നിന്നും ZN ക്രോസ് ZK-ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് എന്താണ്? GCD ഓഫ് MN. GCD ഓഫ് MN, M-ന്റെയും N-ന്റെയും GCD, ഈ 2 എലമെന്റ്സിന്റെ നമ്പേഴ്സിന്റെ GCD ഇൻടു GCD ഓഫ് MK. GCD ഓഫ് MK
ക്ലിയർ ആണല്ലോ. GCD ഓഫ് MN ഇൻറ്റു GCD ഓഫ് MK ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ZMൽ നിന്നും ZN ക്രോസ് ZKയിലോട്ടുള്ള ഹോമോമോർഫിസത്തിന്റെ എണ്ണം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് നേരെ തിരിഞ്ഞു, അതായത് ZM ക്രോസ് ZNൽ നിന്നും ZKയിലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് എത്ര ഉണ്ടാവും? ZM ക്രോസ് ZNൽ നിന്നും ZKയിലോട്ട് എത്ര ഹോമോമോർഫിസംസ് ഉണ്ടാവും? ഇതേ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്താൽ മതി. GCD ഓഫ് MK റെഡി, GCD ഓഫ് MK ഇൻറ്റു GCD ഓഫ് NK ക്ലിയർ. അപ്പം GCD ഓഫ് MK, എമ്മിന്റെയും കെയിന്റെയും GCD ഇൻറ്റു എന്നിന്റെയും കെയുടെയും GCD ക്ലിയർ ആണല്ലോ. സോ ZM ക്രോസ് ZNൽ നിന്നും ZKയിലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം GCD ഓഫ് MK ഇൻറ്റു GCD ഓഫ് NK. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാനുള്ളത് ZM ക്രോസ് ZNൽ നിന്നും ZK ക്രോസ് ZL രണ്ടും പ്രൊഡക്ട്സ് ആണ് അല്ലെ, ഡൊമൈനും കോഡൊമൈനും പ്രൊഡക്ട്സ് ആണ്. ZM ക്രോസ് ZNൽ നിന്നും ZK ക്രോസ് ZLയിലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസംസ്. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം നോക്കിയാൽ മതി. GCD ഓഫ് MK ഇൻറ്റു GCD ഓഫ് NK എന്ന് പറഞ്ഞാൽ ആരാ? എന്നിന്റെയും കെയുടെയും GCD. ഇത് മാറിയാലും പ്രശ്നമൊന്നുമില്ല, ആ ഓർഡർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ GCD ഓഫ് ML ഇൻറ്റു GCD ഓഫ് NL ക്ലിയർ അല്ലേ? ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹോമോമോർഫിസത്തിന്റെ എണ്ണം കിട്ടും. ഓക്കെ, സോ ഈ രീതിക്ക് എങ്ങനെ ചോദിച്ചാലും എവിടെ നിന്ന് എവിടേക്കുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. റെഡി അല്ലേ? ഇനി ഒറ്റ കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. SNൽ നിന്നും, SN എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിമെട്രിക് ഗ്രൂപ്പ് ഓഫ് N ലെറ്റേഴ്സ് അല്ലെങ്കിൽ N നമ്പേഴ്സ് അല്ലെ, N അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ N നമ്പേഴ്സിന്റെ സിമെട്രിക് ഗ്രൂപ്പാണ് SN എന്ന് പറയുന്നത്. ഈ SNൽ നിന്നും ZMലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസംസ് സ്ഥിരമായിട്ട് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. SNൽ നിന്നും ZMലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. M ഓടാണോ ഈവൻ ആണോ? M ഒറ്റയാണോ ഇരട്ടയാണോ? ഈ M എന്ന് പറയുന്ന നമ്പർ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഒറ്റ സംഖ്യയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം 1 ആയിരിക്കും. SN എന്തോ ആയിക്കോട്ടെ, N എന്ന് പറയുന്നത് ഏത് നമ്പർ ആയിക്കോട്ടെ, SNൽ നിന്നും ZMലോട്ട് M ഓടാണെങ്കിൽ, M ഒറ്റയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം നമ്പർ ഓഫ് ഹോമോമോർഫിസം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. M ഈവൻ ആണെങ്കിൽ, M ഇരട്ട സംഖ്യയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് 2 ആയിരിക്കും, 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, S3ൽ നിന്നും Z5ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം എന്തായിരിക്കും? 5 എന്ന് പറയുന്നത് ഒറ്റയാണ്, സോ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, S3ൽ നിന്നും Z8ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസം. ഇവിടെ 8 എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. റെഡി അല്ലേ? അപ്പം SNൽ നിന്നും ZMലോട്ട് M ഓടാണെങ്കിൽ 1ഉം M ഈവൻ ആണെങ്കിൽ 2ഉം ഗ്രൂപ്പ് ഹോമോമോർഫിസം ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഹോമോമോർഫിസത്തിന്റെ എണ്ണം എങ്ങനെയെല്ലാം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. S3ൽ നിന്നും Z6ലോട്ടുള്ള the number of group homomorphism from the symmetric group S3 to Z6. ഓക്കെ, നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. NVT നോൺ വൊക്കേഷണൽ ടീച്ചറുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. S3ൽ നിന്നും Z6ലോട്ടുള്ള ഹോമോമോർഫിസത്തിന്റെ എണ്ണം. എന്തേലും ആലോചിക്കാനുണ്ടോ? ഒന്നും ആലോചിക്കാനില്ല. ആകെ നമുക്ക് അറിയേണ്ട കാര്യം എന്താ? Z6 ആണ് അല്ലെ. Z6ലെ 6 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ എന്റെ ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും അതിന്റെ ആൻസർ. വേറെ ഒന്നും നോക്കാനില്ല. S3ൽ നിന്നും Z6ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം 2 ആയിരിക്കും. ഇവിടെ 6 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. റെഡി അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The number of group homomorphism from Z10 to Z20. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. അപ്പൊ ഇതും മുന്നേ കഴിഞ്ഞ NVTയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, HSSTക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Z10ൽ നിന്നും Z20ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം. ഇത് ഇനി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായിരിക്കും? ZMൽ നിന്നും ZNലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് GCD ഓഫ് 10, 20. 10ന്റെയും 20ന്റെയും GCD ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, എന്തായിരിക്കും? 10 ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 10 ആയിരിക്കും. റെഡി അല്ലേ? അപ്പൊ Z10ൽ നിന്നും Z20ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്താ? ദ നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം Z10ൽ നിന്നും Z2 ക്രോസ് Z3ലോട്ടുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ എണ്ണം എത്രയായിരിക്കും? അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾ വേഗം കണ്ടുപിടിക്കുക. അതിന്റെ ആൻസർ നിങ്ങൾ എത്രയും പെട്ടെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.